എൻ്റെ പേര് റിയ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. കാണുമ്പോൾ തോന്നുന്നു ഒരു കുക്കിംഗ് വീഡിയോ ആണെന്ന്, പക്ഷേ ഇത് ആക്ച്വലി ഒരു കുക്കിംഗ് വീഡിയോ അല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ കൂട്ടുകാരി മെർലിനും കൂടെ ഇന്ന് എഗ് പഫ്സ് ആണ് ഉണ്ടാക്കുന്നത്, മുട്ട പഫ്സ്. ജർമ്മനിക്ക് വന്നതിന് ശേഷം ഇവിടെയുള്ള ഒത്തിരി മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് മുട്ട പഫ്സ്. നമ്മുടെ നാട്ടിലെ ബേക്കറിയിലെ ചില്ലുംകൂട്ടിയിൽ നിന്ന് പഫ്സ് കിട്ടണ പോലെ തന്നെയാണ് ഏകദേശം ടേസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ. സോ അതിൻ്റെ കുറേ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എഗ് പഫ്സ് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നുമല്ല. എന്നെ ഈ എഗ് പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച, അല്ലെങ്കിൽ ഈ വീഡിയോ പോലും എടുക്കാൻ സഹായിച്ച ഒരാളാണ് എൻ്റെ കൂട്ടുകാരി മെർലിൻ. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു റീസൺ. ബൈബിളിലെ പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം, സൈറാക്ക് 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: എ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ഇസ് എ സ്റ്റേർഡി ഷെൽട്ടർ, ഹി ഹു ഫൈൻഡ്സ് വൺ ഹാസ് ഫൗണ്ട് എ ട്രഷർ. നല്ല സൗഹൃദങ്ങൾ പലപ്പോഴും നമുക്കൊരു നല്ല സങ്കേതമാണ്. നമ്മൾക്ക് പലപ്പോഴും ബലം പകരുന്നതും നല്ല സൗഹൃദങ്ങളാണ്. ആൻഡ് നല്ല സൗഹൃദം കണ്ടെത്തിയ ഒരാൾ ഒരു നിധി കണ്ടെത്തിയതുപോലെയാണ്. ഞാൻ ഓർക്കാണ്, ഞാൻ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല കൂട്ടുകാർക്ക് വേണ്ടി, നല്ല കൂട്ടുകളുണ്ടാവാൻ വേണ്ടി, നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ദൈവം നൽകിയ ഒരു ഉത്തരവാണ് ജർമ്മനിക്ക് വന്നതിന് ശേഷം. ജർമ്മനിക്ക് മുന്നേയും തീർച്ചയായിട്ടും ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് സ്ട്രോങ്കസ്റ്റ് ഫ്രണ്ട്ഷിപ്സ് എൻ്റെ സ്കൂളിൽ നിന്നുള്ളവരാണ്. ആൻഡ് അതിനുശേഷം ജർമ്മനിക്ക് വന്നതിന് ശേഷമാണ് വേറെ ഒരു ഇറ ഓഫ് ഫ്രണ്ട്ഷിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതൊരു പ്രത്യേക ഒരു തരമായിട്ടുള്ളൊരു കൂട്ടുകാരായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മുടെ പാസ്റ്റ് മുറിവുകളിൽ നിന്ന്, നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ എല്ലാ രീതിയിലും ഉള്ളപ്പോഴൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വെളിപ്പുറത്തകലെ നമ്മുടെ കൂട്ടുകാരുണ്ടാവും ഇവിടെ. ആൻഡ് അതൊക്കെ ഞാനൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ദൈവം പലപ്പോഴും മനുഷ്യരുടെ രൂപത്തിലാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല സൗഹൃദങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ബിക്കോസ് ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്നതിന് തുല്യമല്ല അത്. പക്ഷേ ദൈവം പലപ്പോഴും നമ്മളിലേക്ക് ഹീലിങ്ങും നമ്മളിലേക്ക് സ്നേഹവും നമ്മളിലേക്ക് കരുതലും എല്ലാം എത്തിക്കുന്നത് നമ്മുടെ നല്ല സൗഹൃദ ബന്ധങ്ങളിൽ കൂടെയാണ്. ആൻഡ് അതുപോലെ ഒരു സൗഹൃദ ബന്ധമാണ് എനിക്ക് മെർലിനുമായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, മെർലിൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് മുട്ട പഫ്സ് കഴിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി. നല്ലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചാലോ എന്നൊക്കെ തോന്നിയപ്പം മെർലിൻ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ മുട്ട പഫ്സ് ഉണ്ടാക്കിയത്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, മുട്ട പഫ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കിവിടെ ജർമ്മനിയിൽ ഇങ്ങനെ പേസ്ട്രി ഷീറ്റ്സ് ഒക്കെ കിട്ടും. സോ ഈസിയർ ആയിരുന്നു ഉണ്ടാക്കാൻ. നമ്മൾ ജസ്റ്റ് മസാലയും ഫില്ലിങ്ങും മുട്ടയും പുഴുങ്ങിയ പേസ്ട്രി ഷീറ്റിലോട്ട് ഫില്ല് ചെയ്ത് ഓവനിൽ വെച്ചാൽ ഇത് റെഡിയാവും. സോ അതുപോലെ മെർലിൻ്റെ കൈകളിൽ നിന്ന് വന്ന പല ഭക്ഷണങ്ങളിൽ നിന്നാണ് ഞാൻ കൂട്ടുകാരുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ മെർലിൻ എന്ന കൂട്ടുകാരുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും എൻ്റെ അമ്മ ദൂരത്തിലാണെങ്കിലും ആ ഒരു കരുതൽ, ഒരു ചേച്ചിയുടെ ഒരു അനിയത്തിയുടെ ഒക്കെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടിയിരിക്കുന്നത് മെർലിനെ പോലെയുള്ള പല സുഹൃത്തുക്കളിൽ നിന്നാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു ഓർമ്മയാണ്. അല്പം തണുപ്പുള്ളൊരു മാർച്ച് മാസത്തിലാണ് ഞങ്ങളിങ്ങനെ പിക്നിക്കിന് പോയതും പഫ്സൊക്കെ ഉണ്ടാക്കിയതൊക്കെ. ഈ പിക്നിക് സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വറുത്ത മീൻ വെച്ച് തൻ്റെ കൂട്ടുകാരായ ശിഷ്യന്മാരെ കാത്തിരുന്ന ഒരു ഈശോയുണ്ട്. അവർക്ക് വേണ്ടി പ്രാതലൊരുക്കിയ ഈശോയുണ്ട്. അപ്പം അവരിലേക്ക് പോലും സ്നേഹവും സൗഹൃദവും ഒക്കെ ഈശോ ഒഴുക്കിയത് ഭക്ഷണത്തിലൂടെ ആയിരുന്നു എന്നുള്ളത് വലിയൊരു നോട്ടിസബിൾ ഒരു പോയിൻ്റാണ്. സോ ഈ കാണുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ സ്നേഹവും വളരെ ഡിവിനിറ്റിയുള്ള, സ്വാർത്ഥതയില്ലാത്ത, സെൽഫ്ലെസ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസ്, നല്ല ഭക്ഷണ സാധനങ്ങളുടെ വീഡിയോകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനലിനെ ചുറ്റിപ്പറ്റിയിട്ട് വെക്കാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.